சுற்றுலா பயணிகளின் விருப்பமான இடங்களில் ஒன்றுதான் மூணார். இங்கு கேஎஸ்ஆர்டிசி பேருந்து நிலையத்தில் செயல்பட்டு வந்த குடும்பஸ்ரீயின் பிங்க் கஃபே அடைத்து பூட்டப்பட்டது. தண்ணீர் பற்றாக்குறையும் அதிக வாடகையும் கடை அடைக்க முக்கிய காரணமாக தெரிவிக்கப்பட்டுள்ளது. தேவிகுளம் பிளாக்கின் கீழ் செயல்படக்கூடிய குடும்பஸ்ரீ யூனிட்டின் அங்கத்தினர்கள் சேர்ந்துதான் டிப்போவில் கஃபே நடத்தி வந்தது. செயலற்ற பேருந்தை தான் கஃபே ரெஸ்டாரண்டாக மாற்றி இவர்கள் செயல்பட ஆரம்பித்தது. ஆனால் மாத வாடகை அதிகரித்தை தொடர்ந்தும் குடிநீர் பற்றாக்குறையை தொடர்ந்தும் தற்பொழுது இது பூட்ட வேண்டிய நிலைக்கு மாறியது. ഇത് പിങ്ക് കഫേ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഈ 2 കൊല്ലത്തിൽ ഞങ്ങൾക്ക് കൃത്യമായി നടത്തുവാൻ സാധിച്ചില്ല. കാരണം വെള്ളത്തിന്റെ ഒരു വലിയ പ്രശ്നം അവിടെ ഞങ്ങൾക്ക് പ്രതിസന്ധിയായി മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അത് നടത്താൻ പറ്റുന്നില്ല. കൂടാതെ പിങ്ക് കഫേയിൽ നമുക്ക് വാടക കൂട്ടിയത് കൊണ്ട് അത് ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം അതിനകത്ത് നമുക്ക് ഒരു ബസ്സിനകത്ത് 2 പാർട്ടാണുള്ളത്. ഒന്ന് കിച്ചനും ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം. പക്ഷെ ആ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു 10-12 പേർക്ക് മാത്രമേ ഒരു സമയം ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അവിടെ പ്രോപ്പർ വരുമാനം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാടക അടച്ചു പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു 3 പേരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ 3 പേർക്കുള്ള സാലറി എടുക്കണം, റെന്റും അടയ്ക്കണം, പിന്നെ വെള്ളത്തിന്റെ കാര്യം ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നേരത്തെ നമ്മുടെ KSRTC ഡിപ്പോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് യാതൊരു നടപടിയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് മന്ത്രിയെ ചെന്ന് കണ്ടു. എന്നിട്ട് KSRTCയിലെ MD-നും കണ്ടു, ട്രിവാൻഡ്രത്ത് അവിടെയും കണ്ടായിരുന്നു. പിന്നെ നവകേരള സദസ്സിൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് തന്നെ 2 മാസത്തിനധികമായി. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു നടപടിയും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. டிப்போவில் செயல்பட்டு கேண்டீன் நாள்களாக அடைந்து கிடக்கிறது. கேண்டீன் நடத்துவதற்காக லட்சங்கள் செலவு செய்து தொகை திரும்ப எடுக்க இயலாத நிலையில்தான் அங்குள்ளவர்கள். பிங்க் கஃபே அடைக்கப்பட்டதை தொடர்ந்து டிப்போவில் ஊழியர்கள் அங்கு வரக்கூடிய பயணிகளும் உணவிற்காக வேறு இடங்கள் செல்ல வேண்டிய நிலை தொடர்கிறது. நியூஸ் பீரோ மூணார்.